നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ചൂടുള്ള കട്ടൻ കാപ്പിയാണ്, കൂടെ ചൂടുള്ള ചായയും. ഇപ്പോൾ തന്നെ എല്ലാവർക്കും കോമ്പിനേഷൻ പിടികിട്ടി കാണും. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാടൻ പരിപ്പ് വടയാണ്. പരിപ്പ് വട ഇഷ്ടമില്ലാത്ത ആരുണ്ട്? ഏതൊരു തട്ടുകട കണ്ടാലും 4 മണിക്കൊരു ചായയുടെ കൂടെ കുറേ ആൾക്കാരെങ്കിലും പ്രിഫർ ചെയ്യുന്ന ഒരു നാടൻ പലഹാരമാണ് പരിപ്പ് വട. എനിക്ക് പരിപ്പുവടയുടെ കൂടെ ചായ കുടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയത്. ചിലർക്ക് കട്ടൻ കാപ്പിയുടെ കൂടെ പരിപ്പുവട തിന്നുന്നതാണ് ഇഷ്ടം. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് മട്ടർ ഡാലാണ്, അതായത് പീസ് പരിപ്പ്. പരിപ്പ് വട ടേസ്റ്റി ആവാൻ ഏറ്റവും നല്ലത് ഈ പീസ് പരിപ്പ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. 1 കപ്പ് പരിപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് 1/4 കപ്പ് കടലപ്പരിപ്പും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ പീസ് പരിപ്പ് മാത്രം യൂസ് ചെയ്താലും മതി. ഇനി ഈ പരിപ്പ് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതായത് ഒരു 4 മണിക്കൂർ മിനിമം മതി. ചില ആൾക്കാരൊക്കെ 2 മണിക്കൂർ കഴിയുമ്പോഴേ എടുക്കാറുണ്ട്. എന്നാലും 4 മണിക്കൂർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാനൊരു എളുപ്പമുണ്ട്. നല്ലതായിട്ടൊന്ന് 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കാം. ഇത് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഫുൾ വെള്ളം അങ്ങ് പോകും. നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പരിപ്പുവടയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. 1 പിടി കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു 5 പീസ് ചുമന്നുള്ളി, 1.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം, 2 വറ്റൽമുളക്. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊരു ചോപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്. കൈ കൊണ്ട് നിങ്ങൾക്ക് കൊത്തി അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞാലും മതി. എല്ലാം നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങളാവുകയാണെങ്കിൽ പരിപ്പുവടയിലേക്ക് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഷേപ്പ് പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് പരസ്പരം ഒന്ന് കൂട്ടാവാൻ വേണ്ടിയിട്ടാണ്. കൈ കൊണ്ടൊന്ന് കുഴച്ച് വെക്കുന്നതാണ്, അല്ലെങ്കിൽ ഒന്ന് ഞെരടി വെക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പച്ചമുളക് ഉള്ളത് കൊണ്ട് എൻ്റെ കൈ വല്ലാണ്ട് പുകച്ചിലെടുക്കും കുറച്ച് സമയം കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് പരിപ്പൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ഒരു ജാർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. തരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കണം, പൊടിച്ചെടുക്കുകയല്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ നമുക്ക് അരയ്ക്കാതെ മാറ്റി വെക്കാം. നമ്മുടെ പരിപ്പിൽ വെള്ളമയം ഒരുപാടില്ലാതെ ശ്രദ്ധിക്കണം. ഒരു ചെറിയ നനവ് ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ 1ാമത്തെ ബാച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരവ് കറക്റ്റാണോ എന്നറിയാൻ നമ്മൾ അരച്ചതിൽ നിന്ന് ഒരു ചെറിയ ഉരുളയെടുത്ത് കൈപ്പത്തിയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി നോക്കാം നമുക്ക്. അത് പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കയ്യിലൊന്നും ഒട്ടാതെ നല്ല വൃത്തിയായിട്ട് അത് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം. 1-2 എണ്ണമൊക്കെ അരയാതെ കിടക്കും, അത് സാരമില്ല. നമ്മൾ ഇതിലേക്ക് അരയാത്ത പരിപ്പ് വേറെയും ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. പരിപ്പ് അരയ്ക്കുമ്പോൾ വെള്ളമയം കൂടുതൽ തോന്നുവാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് അതൊന്ന് തുടച്ച് മാറ്റണം. ഇനി ഇതിലേക്ക് മുഴുവൻ പരിപ്പ് നേരത്തെ മാറ്റി വെച്ചിരുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഉപ്പാണ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിരുന്നു, അപ്പോൾ ഒത്തിരി കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ നമുക്ക് പരിപ്പുവട ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഈ പരിപ്പിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വെള്ളമയം അതിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മാവ് ലൂസാവാനൊരു ചാൻസ് ഉണ്ട്. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. കയ്യിൽ വെളിച്ചെണ്ണ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ ഏതെങ്കിലും നല്ല സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ മതി. ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് പരിപ്പുവടയുടെ മിക്സാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്കിപ്പോൾ കാണാം, അത് പെട്ടെന്ന് ചാടി അങ്ങ് പൊങ്ങി മുകളിലേക്ക് വന്നില്ല. അടിയിൽ ഇങ്ങനെ കിടന്ന് വെന്ത് അത് പെതുക്കെയാണ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ പാകത്തിനുള്ള ചൂടാണെന്നാണ് അതിൻ്റെ അർത്ഥം. മീഡിയം ചൂടിൽ തന്നെ പരിപ്പുവട നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കണം. ഹൈ ആയി പോവുകയാണെങ്കിൽ പുറം ഭാഗം വല്ലാണ്ടങ്ങ് ചുമന്നിട്ടാകം വേകില്ല. തീരെ കുറഞ്ഞ ചൂടിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും പരിപ്പുവട ക്രിസ്പിയായി നിങ്ങൾക്ക് കിട്ടില്ല.
ഇനി പരിപ്പുവട ഷേപ്പ് ചെയ്തെടുക്കാം. ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയാൽ മതി. ഇപ്പോൾ ഇത് നല്ല ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഒന്ന് കനം കുറച്ചൊന്ന് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. ചൂടായ എണ്ണയിൽ ഒരു 3-4 എണ്ണ ഒക്കെ ഇട്ട് ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊരു മണമാണെന്ന് അറിയാമോ, ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.